ഇന്ന് നിങ്ങളുടെ നടുവിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ആദ്യം എന്നോട് സംസാരിച്ച വിഷയമാണെന്ന് ഞാൻ നിങ്ങളോട് എന്നും പറയുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളോട് ഇന്നും പറയുന്നു. ഈ വചനം എന്നോട് സംസാരിച്ചതാണ്. എന്നോട് സംസാരിച്ചെന്ന് പറയുമ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളത് അല്ല എന്നല്ല. ഈ വചനം എന്നോട് സംസാരിച്ചു, വളരെ വ്യക്തമായി എന്നോട് സംസാരിച്ചു. ഇത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടി ഞാനിത് സഭയിൽ പറയുകയാണ്. ഇത് ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കാം, കേൾക്കേണ്ടവർക്ക് കേൾക്കാം, വിട്ടുകളയേണ്ടവർക്ക് വിട്ടുകളയാം. ഇതെങ്ങനെ ഇത് അവതരിപ്പിക്കും എന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ഞാനത് ദൈവം തന്നതുപോലെ ഞാൻ പറയാൻ, ഞാൻ എൻ്റെ കഴിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത് പറയുവാൻ ഞാൻ ശ്രമിക്കാം. നമ്മുടെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 2 തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ, തീമോത്തിയോസിനെ എൻകറേജ് ചെയ്തുകൊണ്ട് ലേഖനം എഴുതുമ്പോൾ ഒരു മരണമൊഴി എഴുതിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ്. 2 തീമോത്തിയോസ് 4-ാം അധ്യായത്തിൽ കാണുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തീമോത്തിയോസ് എഫെസോസ് സഭയ്ക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തീമോത്തിയോസിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ശുശ്രൂഷകളിൽ തന്നെ എൻകറേജ് ചെയ്തുകൊണ്ട് ഇനിയും മുൻപോട്ട് ഓടാനുള്ള ഒരു വലിയ പ്രചോദനം കൊടുത്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അവസാനത്തെ ഒരു മരണമൊഴി വേണമെങ്കിൽ പോലും പറയാം എഴുതി വെക്കുന്നൊരു വാക്യമുണ്ട്. 4-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങൾ. ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി വിളിക്കപ്പെടുന്നു. എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ആമേൻ. ഈ വാക്യം എല്ലാവർക്കും സുപരിചിതമാണല്ലേ? വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന ഒരു വാക്യമാണ്. 3 ഫിനിഷ്ഡ് വർക്കുകളെ പറ്റി താൻ വളരെ കോൺഫിഡൻസോട് കൂടി തീമോത്തിയോസിന് പറയുകയാണ്. ഞാൻ എൻ്റെ ഓട്ടം ഓടി തികച്ചു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. മൂന്നാമത് പറയുന്നത് നീതിയുടെ കിരീടം. 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നല്ല പോർ പൊരുതു, ഐ ഫോട്ട് ദ ഗുഡ് ഫൈറ്റ്. ഞാൻ ഓടി തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നുള്ള ഉറപ്പോടുകൂടി അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് ഒരു ലേഖനം എഴുതുകയാണ്, എൻകറേജ് ചെയ്തുകൊണ്ട്. ഇന്ന് എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ ഡയറിയിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ മജോറിറ്റി ഓഫ് പ്രസംഗങ്ങൾ, അല്ലാതെ മൊത്തം പ്രസംഗങ്ങളുടെയും ഒരു 90% പ്രസംഗങ്ങളും ഈ ഒരു കോളിങ്ങിനോട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് മനസ്സിലായി എനിക്ക്. അപ്പോൾ തീർച്ചയായും ഞാൻ മനസ്സിലായി ഇത് എന്നോട് തന്നെ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ആ ലേഖനത്തിൽ നിന്നുകൊണ്ട് ചില വാക്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ, ചില വചനങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? റോമ കാരാഗ്രഹത്തിൽ, 2ാമത്തെ പ്രാവശ്യം റോമ കാരാഗ്രഹത്തിൽ ഇനിയും ഒരു പ്രതീക്ഷ, പുറത്തേക്ക് പോകുവാൻ ഒരു പ്രതീക്ഷയില്ലാതെ പ്രിസൺമെന്റിൽ, അത് നോർമൽ അല്ല, പ്രോപ്പറായിട്ടുള്ള പ്രിസൺമെന്റിലായിരിക്കുമ്പോൾ, തൻ്റെ ജീവിതത്തിന്റെ നിര്യാണ കാലം അടുത്തിരിക്കുമ്പോൾ ഏത് വ്യക്തിക്ക് കഴിയും ഒരു എൻകറേജ്മെന്റ് കൊടുക്കാൻ? തൻ്റെ അടുത്ത് വരുന്ന ശുശ്രൂഷകന് ഒരു എൻകറേജ്മെന്റ് കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇപ്പോൾ നീ തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, തീമോത്തിയോസെ, നീ ഇനിയും തളർന്നു പോകേണ്ടവനല്ല, ഇനിയും ഓടണം, വളരെ വളരെ ശക്തിയോടുകൂടി ഓടണം എന്നുള്ള എൻകറേജ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രത്യേക അപ്പോസ്തലനായ പൗലോസിന് ഒരു പ്രത്യേക കോളിംഗ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കോളിംഗ് ഉണ്ട്. ഒരു പ്രത്യേക കോളിംഗ് അപ്പോസ്തലനായ പൗലോസിനുണ്ട്. ഈ കോളിംഗ് നമുക്ക് കാണാൻ എവിടെയാ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് എന്തായിരുന്നു ശൗൽ ആരായിരുന്നു, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് മുമ്പ് ആരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആൻഡ് അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിൽ 15-16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തിനാണ് അപ്പോസ്തലനായ പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെ ദൈവം വിളിച്ചത് എന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 15-16 വായിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിനുള്ള കോളിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ പോക, അവന് അപ്പോസ്തലന്മാർക്കും ജാതികൾക്കും സുവിശേഷം അറിയിക്കേണ്ടവനാണ്. തുറന്നു വായിച്ചാട്ട്.
എൻ്റെ നാമത്തിൽ എന്തെല്ലാം കഷ്ടം അനുഭവിക്കണമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അപ്പൊ വിളിച്ചത് സുവിശേഷം എത്തിക്കേണ്ട ഇടങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോസ്തലനായ പൗലോസിനെ എത്തിച്ചത്. അപ്പോ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ടാമത്തെ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തിമോത്തിയോസിന്റെ ലേഖനം എഴുതുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 33 വർഷത്തെ ഒരു കാലയളവ് ഇതിൻ്റെ ഇടയിലുണ്ട്. ഈ വിളിയുടെ ഈ അവസാന നിര്യാണ കാലം അടുക്കുമ്പോൾ തിമോത്തിയോസിനെ അവസാനത്തെ ലേഖനത്തിൽ എൻകറേജ് ചെയ്തുകൊണ്ട് എഴുതുമ്പോൾ ഏകദേശം ഞാൻ അതിൻ്റെ ഒരു ടൈം ലൈൻ നോക്കിയപ്പോൾ ഏകദേശം 33 വർഷത്തോളം എടുത്തു ഈ ഒരു ഓട്ടം ഓടി അവൻ തികയ്ക്കുവാൻ. അപ്പോസ്തലനായ പൗലോസിനെ നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ ലോട്ട് ഓഫ് റീസൺ, അതായത് കോളിങ്ങിനെ റിജക്ട് ചെയ്യാനായിട്ട് ദർ ആർ ലോട്ട് ഓഫ് റീസൺ, അതായത് വേൾഡ്ലി റീസൺസ്, ലോകപരമായ ഒത്തിരി കാരണങ്ങൾ ഈ കോളിങ്ങിനെ റിജക്ട് ചെയ്യാനുണ്ട്. നമ്മൾ എടുത്തു നോക്കിയ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും. പക്ഷേ അപ്പോസ്തലനായ പൗലോസിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, എന്നെ വിളിച്ചിരിക്കുന്ന വിളിച്ചതാരാണ്, ഞാൻ ആർക്കു വേണ്ടി, ഏത് രാജ്യത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഉത്തമമായ ബോധ്യം അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആമേൻ. സ്വതന്ത്രം പറയണമെന്നല്ല, എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കാം. ഒരു വാക്ക് മാത്രം എടുത്തുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ഓട്ടം ഫോർ ദ ഫൈറ്റ്, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നമ്മളെ വിളിച്ചിരിക്കുന്നത് കാവൽക്കാരായിട്ട് വിളിച്ചേക്കും. നമ്മൾ എന്തിനാ വിളിച്ചേക്കുന്നത് അറിയോ? എന്തിനാ വിളിച്ചേക്കുന്നത്? അർത്ഥം ഞാൻ ഈ സുവിശേഷത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. ഞങ്ങളിങ്ങനെ ചർച്ചിലൊക്കെ വരും, പോകും, ഞങ്ങൾ വന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യും, പോകും. പക്ഷെ നമ്മളെ ക്രിസ്തീയ ലൈഫിൽ, അതായത് യേശുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവുള്ളവരല്ല. ഞാനും നിങ്ങളും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവുള്ളവരല്ല. എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? ഒരു കാവൽക്കാരനായിട്ട് നമ്മളെ വെച്ചേക്കുക. വിശ്വാസത്തെ കാത്തു, അവൻ വിശ്വസിച്ചത് എന്താണോ അതിനെ അന്ത്യം വരെ കാക്കുവാനുള്ള ഉത്തമമായ ദൃഢധൈര്യത്തോടെ ആ പ്രത്യാശയോടെ യാത്ര ചെയ്തു. നമുക്ക് ഇനി മുമ്പോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ഓക്കെ, അവിടെ നിർത്തിക്കോ. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളുടെ മുകളിൽ അല്ലെങ്കിൽ മതിലിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അടുത്തൊരു വാക്യം വാക്യം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. എസെക്കിയേലിനോട് വ്യക്തമായി പറയുന്നു, ഞാൻ നിന്നെ ഇസ്രയേലിന് ഒരു കാവൽക്കാരനായി വെച്ചിരിക്കുന്നു. എസെക്കിയേൽ 33:7-ാമത്തെ വാക്യം. ഞാൻ ഇസ്രയേൽ ഗ്രഹത്തിന് നിന്നെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ എന്തിനു വിളിച്ചേക്കുന്നത് അറിയാം? നിങ്ങൾ ആ ഭൂമിയുടെ ആരാണെന്നാ പറഞ്ഞേക്കുന്നത്? ഭൂമിയുടെ ഉപ്പ് ആൻഡ് ലൈറ്റ്. നമ്മൾക്ക് ഇതിൽ നിന്ന് നമ്മൾ ഒരിക്കൽ പോലും ഒഴിവുള്ളവരല്ല. ഈ വിളിയിൽ നിന്ന് നമ്മൾ ഒഴിവുള്ളവരല്ല. നമ്മൾക്ക് ചിലത് കാക്കാനുണ്ട്. നമ്മൾ എന്താ കാക്കേണ്ടത്? അതാണ് എൻ്റെ ഇന്നത്തെ കോറായിട്ടുള്ള വിഷയം. നമ്മൾ എന്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നു? നമ്മളൊരു ഞാനൊരു ശുശ്രൂഷകനായിട്ടല്ല. എൻ്റെ ശുശ്രൂഷ, എൻ്റെ ചുമതല ഇതല്ല. ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഈ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ ഒഴിവുള്ളവരല്ല. കാവൽക്കാരെന്ന ജോലിയിൽ നിന്ന് നിങ്ങൾ ഒഴിവുള്ളവരല്ല. ഞാൻ ഒഴിവുള്ളവരല്ല, എൻ്റെ കുടുംബം ഒഴിവുള്ളവരല്ല, ഈ സഭ ഒഴിവുള്ളവരല്ല. കാവൽക്കാരൻ. എസെക്കിയേൽ പ്രവാചകനോട് വ്യക്തമായി പറയുന്നു, ബാബിലോണിന്റെ അടിമത്തത്തിൽ നിൽക്കുമ്പോൾ എസെക്കിയേലിനോട് പറഞ്ഞു, നീ എനിക്ക് ഈ ഗ്രഹത്തിന്, ഇസ്രയേൽ ഗ്രഹത്തിന് ഒരു കാവൽക്കാരനായി നിൽക്കണം. എന്താ കാവൽക്കാരന്റെ ഉത്തരവാദിത്വം? എന്താണ് ഉത്തരവാദിത്വം? ചുമ്മാ നിന്നാ മതിയോ? കാവൽക്കാരന് ചില കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്യാനുണ്ട്. കാവൽക്കാരന്, അതായത് മതിലിന്റെ മുകളിൽ അല്ലെങ്കിൽ ഗ്രഹത്തിന് കാവൽ ചെയ്യുക എന്ന് പറയുമ്പോൾ
അതിന് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ച വാക്യം തന്നെ ഒന്നുകൂടെ വായിക്കാം. 2 തീമോത്തിയോസ് എന്തൊക്കെയാണ് നമ്മൾ കാക്കേണ്ടത്? 2 തീമോത്തിയോസിൽ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കാക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കാക്കേണ്ടത് എന്താണ്? നമ്മൾ വിശ്വസിക്കുന്നത് എന്താണോ അതിനെ നമ്മൾ കാക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു. ആ യേശുവിലുള്ള വിശ്വാസത്തെ നമ്മൾ ജീവപര്യന്തം കാക്കുവാൻ അർഹതയുള്ളവരാണ്, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. രണ്ടാമത്തെ വിഷയം, എവിടെയാണ് കാവൽക്കാരന്റെ ഉത്തരവാദിത്വം? എന്താണ് കാവൽക്കാരന്റെ ഉത്തരവാദിത്വം? ദൈവിക സന്ദേശങ്ങളെ കൈമാറുക എന്ന ഉത്തരവാദിത്വം. ദൈവിക സന്ദേശം എന്താണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റും. എന്താണ് ആ സന്ദേശം? എന്ത് സന്ദേശമാണ് കൊടുക്കേണ്ടത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം 6-ാമത്തെ വാക്യം. കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, നീ അവൻ കാണുന്നത് അറിയിക്കട്ടെ. ഒന്നാമത് ഞാൻ പറഞ്ഞു, നമ്മുടെ വിശ്വാസം നമ്മൾ കാക്കണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് ഏത് സാഹചര്യത്തിലും ഏത് സ്ഥലത്തും നമ്മൾ വിശ്വസിക്കുന്നതിനെ കാക്കുവാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. രണ്ടാമത്തെ വിഷയം, നിങ്ങൾ എന്ത് കാണുന്നു അത് അറിയിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ കൂടെ സഭയ്ക്കകത്ത് നമ്മുടെ കൂടെ കൈകോർത്ത് നമ്മളോട് കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ചില ആലോചനകൾ നമുക്ക് തരാറുണ്ട്. നമ്മൾ നോക്കി ഇത് ദൈവം ഇനി അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് പലപ്പോഴും ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ പുറകോട്ട് മാറാറുണ്ട്. സന്ദേശങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുള്ള പല തവണ ഇവിടെ ഇരിക്കുന്നവർക്ക് തന്നെ അതിന് അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ കയ്യിൽ സന്ദേശങ്ങൾ എത്തിയിട്ടില്ലേ? എന്നാൽ അത് നിങ്ങളുടെ മനസ്സ് തോന്നി അത് പറയണ്ട. അത് അവരെങ്ങനെ എടുക്കും? കാവൽക്കാരന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ സന്ദേശത്തെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സന്ദേശം എത്തിയില്ലെങ്കിൽ കാവൽക്കാരന്റെ പണിയിൽ നിങ്ങൾ ഫെയിലാണ്. നിങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്നെ അറിയാതെ ആ വാക്ക് വന്നു പോകുന്നതാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇത് സന്ദേശങ്ങളെ എത്തിക്കുക നമ്മളിലേക്ക് ദൈവം തരുന്ന. ഇന്ന് രാവിലെ സംഭവിച്ചൊരു സംഭവം ഞാൻ പറയാം. ഇന്നലെ രാത്രി ഞാൻ അനീഷിനോടും പറഞ്ഞു, ശനിയാഴ്ച രാത്രി എനിക്ക് ഉറക്കമില്ലായിരുന്നു. അതേ സംഭവമായിരുന്നു ഇന്നലെ രാത്രി. കംപ്ലീറ്റ് നൈറ്റ് ഉറക്കം എന്ന് പറഞ്ഞിട്ട്. അപ്പം മനോജാനൊന്ന് പെട്ടെന്ന് എഴുന്നേറ്റ്. പെട്ടെന്ന് ഉറക്കം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ അന്നേരം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ, മനുഷ്യന് ഭയങ്കര, നമ്മൾ നോക്കിയാൽ ഭയങ്കര പ്രൗഢി, ഭയങ്കര അഹങ്കാരമാണ്. ഞാൻ എന്തും ഞാൻ കൺട്രോൾ ചെയ്യും, എല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, എൻ്റെ കൈപ്പിടിയിലാണ് എല്ലാം. എടോ, AC വർക്ക് ചെയ്യാതിരുന്ന നിന്റെ ഉറക്കം നഷ്ടപ്പെടുമെന്ന്. നിന്റെ ഉറക്കത്തെ അല്ലെങ്കിൽ എൻ്റെ ഉറക്കത്തെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിവില്ലെന്ന്. ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ തിരിഞ്ഞു മറിഞ്ഞ് രാത്രി അപ്പുറത്ത് കടന്നു പോയി, ഇന്നലെ രാത്രി അപ്പുറത്ത് പോയി കടന്നു, ഇപ്പുറത്ത് വരുന്നു, അപ്പുറത്ത് പോകുന്നു. എടാ, നമ്മെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിവില്ലാത്തിടത്തോളം കാലം ഇവിടെ എവിടെയാണ് നമ്മുടെ ആശ്രയം? എവിടെയാണ്? ദൈവത്തിലൂടെ മാത്രം, ദൈവിക കൃപകളിലൂടെ മാത്രമേ. ഇന്നലെ ഞങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പ്രാർത്ഥന അപേക്ഷിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥന ചോദിക്കുക. അപ്പോസ്തലനായ പൗലോസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അത്രയ്ക്ക് ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക കൃപകളും പ്രാപിച്ചിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അവരോട് പറയുക, നിങ്ങൾ പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടി പോരാടണം. ആമേൻ. നമ്മൾ ഈ ഉറച്ചു നിന്നാൽ ഇതൊന്നും ഇല്ലെന്നേ. ഒരു പൊടി കൊണ്ട്, ഒരു ഒറ്റ തട്ട് കൊണ്ട് വീണ് തീരാമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ മസിൽ പിടിക്കുന്നതും നമ്മൾ ഈ കാണിക്കുന്നതും ഒന്നുമില്ല. ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതൊന്നുമല്ല. പക്ഷെ ദൈവകൃപകളിലൂടെ നമുക്കതെല്ലാം നിയന്ത്രിക്കുവാൻ കഴിയും. ദൈവകൃപ പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് വിട്ടുപോകരുത്. സന്ദേശങ്ങളെ അറിയിക്കാൻ ദൈവം നമ്മളെ വിളിച്ചേക്കുക. എന്ത് സന്ദേശമാണ്? വേദനപ്പെടുന്നവർക്ക് ആശ്വാസം നൽകാൻ, ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം നൽകാൻ, വഴിയിൽ നിന്ന് വീണു പോകാൻ സാധ്യതയുള്ളവരെ പിടിച്ചു കയറ്റാൻ, ആ സന്ദേശങ്ങൾ കൈമാറാൻ ദൈവം നിങ്ങളെ കാവൽക്കാരായി വെച്ചേക്കും. നിങ്ങളെ എന്ന പദം ഞാൻ വീണ്ടും പറയുന്നു, അതെന്നോടാണ്. എന്നെ കാവൽക്കാരനായി വെച്ചേക്കുക. എന്തുത്തരവാദിത്വമാണ് കാവൽക്കാരൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. ജോയിൽ വന്നിട്ട് ഏകദേശം ഒരു മാസമായല്ലോ ജോയിലെ? ഒരു മാസമാവുന്നു.
ഈ ഒരു മാസത്തിനുള്ളിൽ എത്ര പ്രാവശ്യം ഞാൻ ജോയലിനെ വിളിച്ചു എന്നുള്ളൊരു ചോദ്യം എന്നോട് ഞാൻ ചോദിക്കാം. ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് സംസാരിക്കുകയാണ്, നിന്നെ ഞാൻ കാവൽക്കാരനായി വെച്ചിട്ട് നീ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നീ പിന്നോട്ട് മാറുന്നത് എന്താണ്? കാവൽക്കാരന്റെ ഉത്തരവാദിത്തം നമ്മളുടെ കൂടെ ഉള്ളവരുടെ അടുത്തേക്ക് നമുക്ക് സ്നേഹം എത്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സന്ദേശങ്ങളെ എത്തിക്കുക എന്നുള്ള കടപ്പാടിലാണ് നമ്മളെ ദൈവം കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നത്. രണ്ട് കാര്യം മറന്നു പോകരുത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ വിശ്വാസം. നമ്മൾ വിശ്വസിച്ചിരിക്കുന്നവരെ കാത്തുകൊള്ളു, അതിന്റെ അന്ത്യം വരെ. നമ്മൾ കണ്ട ചാർലി ക്രിക്ക് എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി നമ്മൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ കേട്ടു. അദ്ദേഹത്തിന്റെ ട്രംപിന്റെ ക്യാബിനറ്റുമായിട്ട് അദ്ദേഹത്തിന് വലിയൊരു ടൈപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ഓൺ മാറ്ററാണത്. പക്ഷേ അദ്ദേഹം വചനത്തിന്റെ സത്യത്തിന് വേണ്ടി പബ്ലിക്ലി താൻ സ്റ്റാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അവസാന സമയം വരെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. 33 വയസ്സ് വരെ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളൂ. ഇവിടെ പോയി ഞാനത് വായിച്ചപ്പം നിങ്ങൾ കേട്ട് കാണുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാവരെയും, നമ്മളെല്ലാം പെന്തക്കോസ്തര് മാത്രമേ ഉള്ളൂ, നമ്മൾ ഈ ഇതിനകത്ത് ബോക്സിനകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാവരും ഭയങ്കര എന്ന് പറഞ്ഞ് വിചാരിക്കുന്നുണ്ട്. അതിനകത്ത് പ്രസംഗിച്ച ഒരു വ്യക്തി ഒരു വലിയൊരു സന്ദേശം പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ തപ്പി നോക്കി, ഇത് എവിടെയുണ്ട്, ഇതാ സത്യമാണോ? സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ അവൻ ആകാശം തുറന്നിരിക്കുന്നത് കാണുകയും പിതാവിന്റെ വലതുഭാഗത്ത് അവിടാണ് കണ്ടന്റ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു കാര്യം, പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ നിൽക്കുന്നതും കണ്ടു. സ്റ്റാൻഡിങ് ടു വെൽക്കം സ്റ്റീഫൻ. വചനത്തിൽ ഒത്തിരി ഇടത്ത് വലതുഭാഗത്ത് നിൽക്കുന്നു എന്ന് പറയുന്നില്ല. നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം ഇത് മാത്രമേ ഉള്ളൂ. വലതുഭാഗത്ത് ഇരിക്കുന്നു വലതുഭാഗത്ത്. എന്നാൽ പർട്ടിക്കുലർലി സ്റ്റാൻഡ് ചെയ്യുക, വെൽക്കം ചെയ്യുക. ഒരു ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച സ്റ്റീഫനെ വെൽക്കം ചെയ്യാൻ നിൽക്കുക. ഹല്ലേലൂയ. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു കേട്ടോ. ഞാൻ ഒത്തിരി നോക്കി എവിടെയൊക്കെയാണ് ഈ വലതുഭാഗത്ത് പറയാൻ. എനിക്ക് വളരെയധികം ഇതാരും ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ കാവൽക്കാരന്റെ ഉത്തരവാദിത്തത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. കാവൽക്കാരനാണ് മാത്യുച്ചാനും ഒരുപോലെ കാവൽക്കാരനാണ്. ലിജോയും ഒരുപോലെ കാവൽക്കാരനാണ്. നമ്മുടെ വിശ്വാസത്തെ അന്ത്യം വരെ കാക്കുക, പുറത്തുള്ള സന്ദേശങ്ങളെ അകത്തേക്ക് എത്തിക്കുക. രണ്ടാമത്, യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. മൂന്നാമത്തെ കാര്യം, കാവൽക്കാരന്റെ ഉത്തരവാദിത്തം. നിങ്ങൾക്ക് എനിക്കും സ്വസ്ഥതയില്ല. എനിക്കും നിങ്ങൾക്കും സ്വസ്ഥതയില്ല. എന്തിന് സ്വസ്ഥതയില്ല? നിങ്ങൾ യഥാസ്ഥാനപ്പെടുന്നതുവരെ, അതായത് യെരൂശലേം യഥാസ്ഥാനപ്പെടുന്നതുവരെ, അവരുടെ പാപങ്ങളെ വിട്ടും അല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായ ഒരു രാജ്യം സ്ഥാപിക്കുന്നതുവരെ, അവരിൽ ഈ മെസ്സേജ് എത്തുന്നതുവരെ, അവർ യഥാസ്ഥാനപ്പെടുന്നതുവരെ നിനക്ക് കാവൽക്കാരനായ എനിക്കും നിനക്കും സ്വസ്ഥതയില്ല. ഈ ചർച്ചിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, നമ്മളിൽ ആരെങ്കിലും നമ്മൾക്ക് തോന്നുന്നുണ്ട് വിശ്വാസത്തിൽ നിന്ന് വീഴാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നിയാൽ, അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല. ടാർഗറ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചത് അവരെ പിടിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണ്. കാവൽക്കാരൻ, നമുക്കൊരു കാവൽക്കാരനുണ്ട് കേട്ടോ. നമ്മൾ കാവൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഉണ്ട്. അദ്ദേഹം ഉറങ്ങത്തുമില്ല, മയങ്ങത്തുമില്ല. നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക, എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 3 കാര്യങ്ങൾ പറഞ്ഞു. 1, വിശ്വാസത്തെ കാക്കുക. 2, നിങ്ങളുടെ പുറത്തുള്ള സന്ദേശങ്ങളെ അകത്തേക്ക് എത്തിക്കുക. യഥാസ്ഥാനപ്പെടുവോളം. മൊർദെഖായിയെ നോക്കിയേ, നമ്മൾ ആ അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞു. രാജാവിന്റെ വാതിൽക്കൽ കിടക്കാൻ പാടില്ലാതെ അവിടെ തന്നെ കിടന്നുകൊണ്ട് തൻ്റെ ജനത്തിന് ഒരു വിടുതൽ ഉണ്ടാകുന്നതുവരെ താൻ അവിടെ നിന്ന് മാറിയിട്ടില്ല. ആ പെയിൻ എടുക്കാൻ ഇന്ന് പകൽക്കാലം എത്ര പേർ തയ്യാറാവും? എൻ്റെ കൂട്ടു സഹോദരങ്ങൾ എന്നോടൊപ്പം എന്നോട് കൂടി ഈ സന്തോഷം അനുഭവിക്കുന്നതുവരെ ഞാൻ ഈ സ്വസ്ഥമായി, അല്ലെങ്കിൽ എനിക്ക് സ്വസ്ഥതയില്ല, നിനക്ക് സ്വസ്ഥതയില്ല, നീ ഇവർ യഥാസ്ഥാനപ്പെടും വരെ നിനക്ക് സ്വസ്ഥതയില്ല.
സ്വസ്ഥതയിൽ എന്ന് പറഞ്ഞാൽ സമാധാനമില്ല എന്നല്ല, ഇവരുടെ വിടുതൽ വരെ നിങ്ങൾ കാത്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അടുത്ത വിഷയം, 4-ാമത്തെ വിഷയം, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ മതി. ആമേൻ. ഞാൻ ചില സമയങ്ങളിൽ ദേശത്തിന് നേരെ വാളെടുക്കും. അപ്പോ കാവൽക്കാരന്റെ ഉത്തരവാദിത്വം ഒന്നും അറിയോ? അകത്ത് അറിയിക്കണം, വാൾ വരുന്നുണ്ട്. അകത്തറിയിക്കണം, വാൾ വരുന്നുണ്ട്. ഇതറിയിച്ചിട്ട് അവരുടെ പാപത്തിൽ നിന്ന് മനം തിരിയാതെ അവർ മരണപ്പെട്ടു പോയാൽ നിന്റെ ഉത്തരവാദിത്വം നീ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ വാൾ വരുന്നത് കണ്ടിട്ട് അതകത്തേക്ക് അറിയിക്കാതെ നിന്റെ സ്വസ്ഥതയിൽ നീ മുൻപോട്ട് പോകുമ്പോൾ ഇവന്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. കാവൽക്കാരനായ എന്നോടും നിന്നോടും ചോദിക്കും. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒബീഡിയൻസ്. എന്താ ഒബീഡിയൻസ്? അതായത് പൗലോസും ബർന്നബാസും ശുശ്രൂഷകൾ ചെയ്തു വരുമ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യാത്ത ഇടങ്ങളിൽ അവരെന്ത് ചെയ്തിട്ട് പോകുന്നറിയാം? ആ വാക്യം ഒന്ന് നിങ്ങൾക്ക് അറിയാം. ഞാനത് എഴുതി വെച്ചിട്ടില്ല, ഞാനത് നോട്ട് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. കാലിലെ പൊടി തട്ടി കളഞ്ഞിട്ട് പോകും. ദൈവ ശുശ്രൂഷകളെ ചെയ്യും, അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണോ? നിങ്ങൾ അറിയിക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? കാവൽക്കാരന്റെ ഉത്തരവാദിത്വം. നിങ്ങൾ അകത്തേക്ക് വാൾ വരുന്നുണ്ട് എന്ന് അറിയിക്കുവാൻ നമ്മുടെ ഉത്തരവാദിത്വം. അത് അറിയിച്ചിട്ട് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് റിക്കവറി ചെയ്യുന്നില്ല എങ്കിൽ, അവർ ആ വാളാൽ തകർക്കപ്പെട്ടാൽ ആ രക്തം ഞാൻ നിന്നോട് ചോദിക്കില്ല. പക്ഷെങ്കിൽ നീ അറിയിക്കാതിരുന്നാൽ ആ രക്തവും ഞാൻ നിന്നോട് ചോദിക്കും. കാരണം എന്നോടും ചോദിക്കാൻ അതിൻ്റെ സാധ്യതയുണ്ട്. നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളതൊക്കെ വളരെ ലാഘവത്തോടെ എടുത്ത് മുൻപോട്ട് പോകാനാണ് പതിവ്. പക്ഷെ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരും എന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാകും. മുൻപോട്ട് പോകാം. 5-ാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മളെ എന്തിനു വിളിച്ചിരിക്കും? ഞാൻ അതിനൊരു റെഫറൻസ് തപ്പി നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷെ അത് പറയാതിരിക്കാൻ എനിക്ക് വയ്യില്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മളെ ആസ് എ വാച്ച്മാൻ യു ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി. നമ്മുടെ കുടുംബത്തെ കാക്കാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുക. നമ്മുടെ കുടുംബമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ശുശ്രൂഷകളെല്ലാം, നമ്മുടെ കുടുംബം നമുക്ക് കാക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ ശുശ്രൂഷകളെല്ലാം പുറത്തേക്ക് പ്രോപ്പറായിട്ട് എത്തത്തില്ല. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി, ടേക്ക് കെയർ ഓഫ് യുവർ കിഡ്സ്. അതായത് നാളെ ഇവരാണ് പുറത്തേക്ക് പോകേണ്ടവർ. അപ്പോൾ അവരിലേക്കുള്ള നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ കുഞ്ഞുങ്ങളെ കാക്കുക, നമ്മുടെ കുടുംബത്തെ നമ്മൾ കാക്കുക. അടുത്തൊരു വാക്യം കൂടെ വായിക്കാം. വാക്യമല്ല, വി കോൾഡ് ഫോർ ആസ് എ വാച്ച്മാൻ ഓവർ ദ ചർച്ച്. നമ്മളായിരിക്കുന്ന സഭയ്ക്ക് ഒരു കാവൽക്കാരനാണ്. എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, സമയം അധികമാകുന്നില്ല, ഞാൻ ഒരു 5 മിനിറ്റിനുള്ളിൽ നിർത്താം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു മെസ്സേജ് വരികയുണ്ടായി. ഈ മെസ്സേജ് എന്നോട് ചോദിക്കുകയാണ്, ജോസ്, ജീവിതത്തിൽ ഒത്തിരി സമാധാനങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ, ഈ ഓട്ടം എങ്ങോട്ടാണ്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ യാത്ര പോകുന്നത്? സമാധാനത്തിൽ ഇരിക്കുമ്പോൾ ദൈവിക പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് റാൻഡംലി കിട്ടി. സത്യത്തിൽ ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണക്കെടുക്കാൻ നോക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു കണക്ക് പോലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അല്ല, ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയും. ഇപ്പൊ നമ്മൾ പറയുന്നല്ലോ, ഞാൻ ദൈവത്തിന് വേണ്ടി ഇത് ചെയ്തു, നമുക്ക് അത് ചെയ്തു, ഇത് ചെയ്തു. ഞാൻ അങ്ങനെ ഒന്ന് എടുക്കാൻ നോക്കിയിട്ട് പോലും എനിക്ക് ഒരു സാധനം പോലും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഒന്നും കറ പുരണ്ട തുണികൾ പോലെയുള്ളൂ. നമ്മൾ ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു എന്ന് പറയുന്നതെല്ലാം ദൈവത്തിന് മുമ്പിൽ നീതിപ്രവർത്തികൾ, നമ്മുടെ നീതിപ്രവർത്തികൾ കറ പുരണ്ട തുണികൾ പോലെയാണ് എന്നാണ് പഴയ നിയമം പറയുന്നത്. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആസ് എ വാച്ച്മാൻ. ഈ ശുശ്രൂഷയിൽ നിന്ന് നമ്മൾ ഒരിക്കൽ പോലും പിന്മാറാൻ പാടില്ല. ഈ ശുശ്രൂഷയിൽ നിന്ന് നിങ്ങൾ ഇനിയും ഉലകമാകുന്ന ഉലകത്തിൽ നിങ്ങൾ പുറത്തേക്ക് പോയില്ലെങ്കിലും വാച്ച്മാൻ എന്ന ജോലി നിങ്ങൾ ചെയ്തിരിക്കണം, ഞാൻ ചെയ്തിരിക്കണം. ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ജീവന്റെ കിരീടം
അവൻ എനിക്ക് നൽകും. അല്ലേ? പ്രത്യാശയുള്ള പൗലോസ് പറയുന്നു, ജീവന്റെ കിരീടം എനിക്ക് ഉറപ്പാണ്. ഇതുപോലൊരു സംഭവം ദാനിയേൽ പ്രവാചകൻ, അതായത് പഴയ നിയമത്തിന്റെ വെളിപ്പാടെന്ന് പറയുന്ന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ദാനിയേലേ, പോയി വിശ്രമിച്ചുകൊള്ളുക. അവസാനത്തിങ്കൽ, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി വാങ്ങാൻ നീ എഴുന്നേറ്റ് വരും. ഓഹരി വാങ്ങാൻ ഞാൻ തയ്യാറാണ്. ജോസ് എന്ന വ്യക്തി, ജോസ് എന്ന കുടുംബം തയ്യാറാണ്. എന്തെങ്കിലും ട്രഷർ നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിക്കുന്നുണ്ടോ? നിക്ഷേപം നമുക്ക് സ്വർഗത്തിലാണെങ്കിൽ വലിയ പ്രതിഫലങ്ങൾ അവിടെ നമുക്ക് വിതരണം ചെയ്യപ്പെടും. നമ്മളെ വിളിച്ചിരിക്കുന്നത് കാവൽക്കാരായിട്ടാണ്. നമ്മൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയില്ല. മറന്നു പോകരുത്. ഞാനത് വായിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ, നമ്മൾ ഈ ഉത്തരവാദിത്തം ഒരു പോർഷൻ നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് തീർത്ത ശേഷം നമ്മൾ ചെല്ലുമ്പോൾ അവൻ നമുക്ക് വേണ്ടി ഒരു ഓഹരി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഓഹരി നമ്മൾ വിചാരിക്കും ട്രേഡ് മാർക്കറ്റിലോ ഷെയർ മാർക്കറ്റിലോ ഇട്ടാൽ കിട്ടുന്ന ഒരു ഓഹരി അല്ലെന്നേ. ജീവിതം മുഴുവൻ അധ്വാനിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾക്കും നമുക്കും ചിന്തിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു ഓഹരി അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വീണ്ടും, അവൻ സ്റ്റീഫനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ അവൻ ആകാശം തുറന്നിരിക്കുന്നത് കാണുന്നു. അവനെ സ്വീകരിക്കുവാൻ അവൻ പുത്രൻ, അവൻ ആ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രത്യാശയോടെ ഈ കാവൽക്കാരന്റെ ജോലി ചെയ്യാൻ നമ്മൾ എത്ര പേർ തയ്യാറാകും? ഞാൻ സഭയോട് ഇത് നിങ്ങൾക്ക് ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കാം, ഇത് എന്നോടാണ്. ഞാൻ പറയുന്നു, ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ചെയ്യാൻ ശ്രമിക്കുക മാത്രമാണ്. ഇത് സക്സസ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നത് എനിക്ക് വിലയിരുത്താൻ കഴിയുന്നില്ല. ചെയ്യാൻ ശ്രമിക്കുകയാണ്, ചെറിയ ചെറിയ ചുവടുകൾ. ഞാൻ ഇന്ന് രാവിലെ, ഞാൻ ആ സംഭവം പറഞ്ഞില്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഞാനത് പറഞ്ഞപ്പോൾ ഏതോ വിഷയത്തിലോട്ട് മാറിപ്പോയി. ഇന്ന് രാവിലെ ഞാൻ 6:05 ഞാൻ ഉറക്കമില്ലെന്ന് പറഞ്ഞല്ലോ. 6:05 നമ്മുടെ ഒരു സഹോദരിയുടെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ ഹാപ്പി ബർത്ത്ഡേ ചേച്ചി എന്ന് പറഞ്ഞൊരു മെസ്സേജ് 6:05. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് രാവിലത്തെ മെസ്സേജുകൾ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നു, നോ, ആ മെസ്സേജ് കൊണ്ട് നീ അവസാനിപ്പിക്കരുത്. അതിനുശേഷം ഒരു മെസ്സേജ് എഴുതാൻ പറഞ്ഞു. ഈ മെസ്സേജ് ഞാൻ പറഞ്ഞു, ദൈവം, ഞാൻ ആ വാക്യം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് വന്ന ആ ഒരു വാക്യം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്കായിട്ടാണ്. നിങ്ങൾക്കൊരു ശുശ്രൂഷ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പ് ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി. തിരിച്ചു വന്ന റിപ്ലൈ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആക്കി. സത്യം പറഞ്ഞാൽ അവർ കൺഫസ് ചെയ്തുകൊണ്ട്, എസ് ജോസ്, ഞാനിത് അത്രയ്ക്ക് നീഡഡായി, അല്ലെങ്കിൽ അത്രയ്ക്ക് ദൈവം എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് കേട്ടപ്പോൾ ഞാൻ പറയാം, നമ്മളോട് ദൈവം ചുമ്മാ സംസാരിക്കത്തില്ലെന്നേ. നമ്മളോട് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ഹേമം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു മെസ്സേജായിട്ട് പുറത്തു പോകേണ്ടത് തന്നെയാണ്. അത് അടക്കി വെക്കേണ്ടതല്ല. നമ്മളൊരു കാവൽക്കാരൻ്റെ ജോലി ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അത് ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ, സഭയോട് ചേർന്ന് അന്ത്യം വരെ വിശ്വസ്തയോടെ നിൽക്കുവാൻ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ അതിനുവേണ്ടി ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ കൂടാതെ അവിടെ എത്താൻ നമുക്ക് കഴിയും. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വചനജ്ഞാനം കൊണ്ടും എൻ്റെ അറിവ് കൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും ഞാൻ ഇത് ഓവർകം ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, നോ, ഇറ്റ് നെവർ വർക്ക്സ്. കർത്താവിൻ്റെ ഗ്രേസിന് വേണ്ടി അപേക്ഷിക്കാം, കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. അതോടുകൂടി നമുക്ക് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് ജീവിക്കാൻ കഴിയും. എനിക്കറിയാം, മനുവും 10-ാം തീയതി ഇവിടുന്ന് പോവുക. ഇവിടുന്ന് പോയി കഴിഞ്ഞാലും മധുവിനും ഒരു കാവൽക്കാരൻ്റെ ജോലിയുണ്ട്. ശുശ്രൂഷകളിൽ നിന്നോ ഒന്നിൽ നിന്നും മാറിപ്പോകാൻ പാടില്ല. തീർച്ചയായും ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നതും ആ ശുശ്രൂഷകളിലേക്ക് കുടുംബത്തെ നയിക്കാൻ മനുവിന് കഴിഞ്ഞാൽ, മനു, യു ആർ സക്സീഡഡ് വാട്ട് ഗോഡ് ഈസ് ലുക്കിംഗ് അറ്റ് യു. സോ ദൈവം നിങ്ങളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നതാണ്.